അരുണാചലിലെ സീറോയിൽ നിന്നുള്ള അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു ട്രൈബൽ ഉണ്ട്, അപ്പത്താണി എന്ന് പറഞ്ഞിട്ട്. ആ ട്രൈബലിന്റെ വീട്ടിൽ വന്നാട്ടോ. അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണാം. അവരെ വീട് കണ്ടില്ലേ, മുള കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. അവരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. സ്റ്റെപ്പൊക്കെ ഉണ്ട്, സ്റ്റെപ്പ് കയറിയിട്ട് പോകണം. അപ്പോൾ ഇവരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. ഇവരെ ട്രൈബ്സിൽപ്പെട്ട ഒരാളാണ്. ഇവരെ വീട് കണ്ടില്ലേ, മുളയാണ് ഫുള്ള് കണ്ടില്ലേ. പിന്നെ ചോളം കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ചോളം ഉണക്കാൻ വെച്ചതാണ്. പിന്നെ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വീടിന്റെ നടുക്കാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ മറ്റേ ഇതൊക്കെ മീറ്റൊക്കെ കണ്ടില്ലേ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പോർക്ക എന്താണ് അറിയില്ല, കെട്ടി തൂക്കി വെച്ചതാണ്. മുള കൊണ്ടൊക്കെ ഒരു പ്രത്യേക രീതിയിലാണല്ലോ അത് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്രെയിം ചെയ്ത മാതിരിയാ മുള കൊണ്ട്. അതൊരു ഡിഫറെന്റ് ആണല്ലോ വീടും കാര്യങ്ങളൊക്കെ. കയറി പോവാൻ കണ്ടില്ല, ഒരു കോണി ഒരു മരം ഇങ്ങനെ ചെത്തി ചെത്തി എടുത്തുകൊണ്ട് അങ്ങനെയാണ്. അതിന്റെ മുകളില് സ്റ്റോറേജ് ആണെന്നാ പറഞ്ഞത് കണ്ടില്ലേ. ഇതിന്റെ മുകളില് സ്റ്റോറേജ് ആണ്. സംഭവം അടിപൊളി കേട്ടോ. ബാഗാണോ അത്? ഇതും മുള പോലെ എന്തോ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. മുളയല്ല, വേറെന്തോ മുടഞ്ഞുണ്ടാക്കിയതാണ്. മുള തന്നെയാണോ? മുള പോലെ സാധനം തന്നെ കേട്ടോ, മുടഞ്ഞുണ്ടാക്കിയതാണ് ബാഗ്. ഓക്കെ. ഷീൽഡ്. ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉള്ളൊരു ഷീൽഡാണ് കണ്ടില്ലേ. ഇതൊക്കെ വേറൊരു ടൈപ്പാണിത്. പിന്നെ ചുമര കണ്ടില്ലേ, ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് മുള കൊണ്ട്. ഇദ്ദേഹത്തിന് 90 വയസ്സായി എന്നാ പറഞ്ഞത്. ഇവിടെ എന്തോ ചായ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൈപ്പ് കണ്ടില്ലേ, വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിന്റെ അകത്ത് ഉള്ളിൽ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒക്കെ സെറ്റപ്പാണ് ഇവിടെ. പാത്രം കഴുകാനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെന്ററിൽ. അപ്പോൾ അടുത്ത വീടുകളിൽ പോകുക കേട്ടോ. ഇപ്പോൾ ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്കാണ് പോണത്. ഇതൊക്കെ മുള കൊണ്ടാട്ടോ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മുള കൊണ്ടാണ്. വേലി, മുള വേലിയാണ് കണ്ടില്ലേ. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട്, ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. അപ്പത്താനി ഇതിൽ പെട്ട ഒരു ട്രൈബ്സിലെ ഒരു അമ്മയാണ് കേട്ടോ അത്. കണ്ടില്ലേ. ഇവിടെ മറ്റേതൊക്കെ ഉണ്ട്, പച്ച കുത്തിയിട്ടൊക്കെ ഉണ്ട്. താടീന്റെ വടി കണ്ടില്ലേ, പച്ച കുത്തിയിട്ട്. ഓക്കെ. ഇവിടെയൊക്കെ കണ്ടില്ലേ ഇതുപോലത്തെ വീടുകളാണ്. ഒരു പ്രത്യേക ടൈപ്പ് വീടുകളാണ് കണ്ടില്ലേ. ഒക്കെ മുള കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഒക്കെ മൊത്തം മുള ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വേലി കണ്ടില്ലേ, മുള വേലി. ഇവിടെ നമ്മളെ സുഹൃത്തുക്കൾ അവിടെ നിൽക്കുന്നുണ്ട്. കണ്ടെന്നിട്ടുള്ള സുഹൃത്തുക്കളാട്ടോ ഇവിടെ. ഇത് അപ്പത്താണി ട്രൈബ്സിൽ പെട്ട ഒരാളാണ്. ഹലോ, നാം ക്യാ? മുരളി. അപ്പൊ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ള സുഹൃത്താണ് ഇവിടെ അപ്പത്താണി ട്രൈബിൽപ്പെട്ട. നാം ക്യാ? സോറി, ജൊട്ടിൻ. ഓക്കെ. പിന്നെ അടുത്തൊരാളും കൂടി ഉണ്ട്. നാം ക്യാ? ഓക്കെ. ഇത് പൂജക്ക് വേണ്ടിയിട്ടുള്ളതാ പറഞ്ഞത്. ഇങ്ങനെ തൂവലും അതുപോലെ മുള ചെറിയ ചീളാക്കി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ. ഇതിന് പറയുന്ന പേര് അഗ്യ എന്നാണ് കേട്ടോ. ഇവരെ വിശ്വാസപ്രകാരം ഈ വില്ലേജിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എല്ലാ വർഷവും പൂജ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അമ്പലം പോലുള്ള ഒരു സ്ഥലമാണ് കേട്ടത്. ഇവിടെ പൂജയൊക്കെ ചെയ്യുന്നതാണ് പറഞ്ഞത്. സീറോയില് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോ അവസാനം ഒരു ആസാമീസ് 3 കാർപ്പൻറ്റർ ജോലി ചെയ്യുന്ന 3 ആസാമികളുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ നിൽക്കാന്ന് പറഞ്ഞുകൊണ്ട് അവര് താമസിക്കുന്ന ഒരു സ്ഥലം ഒഴിഞ്ഞു തന്നു. അപ്പോൾ അതിൽപ്പെട്ട ഒരു സുഹൃത്തുണ്ട് ഒപ്പം വന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം കേരളത്തിലുള്ള ആൾക്കാരൊക്കെ വളരെ നല്ലതാണ്, അവർക്ക് എന്തായാലും സ്ഥലം കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ ആള് കേരളത്തിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ മലയാളികളൊക്കെ പറ്റി നന്നായിട്ട് അറിയാം, നല്ല ആളുകളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം കിട്ടിയത്.
കേട്ടോ നമ്മളെ ആസാം സുഹൃത്ത് രാജീവ് ഭയങ്കര നല്ല ഇതാണ്. കാരണം എന്താ വെച്ചാല് കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പോ ഭയങ്കര ആലുവയിൽ 5 കൊല്ലം ജോലി ചെയ്തിട്ടില്ല. മലയാളം കുറച്ചറിയാം, തൊടാത്ത എന്തായാലും നിക്കാൻ സ്ഥലമൊക്കെ തന്നു, ഇവിടെ കാണിച്ചു തരാനൊക്കെ ഒപ്പം വന്നു. ഭയങ്കര അടിപൊളിയാണ് അല്ലേ? അച്ഛാദ്മി മീൻ വളർത്തൽ സെറ്റപ്പ് കണ്ടില്ലേ? ചെറിയ ഒരു ഇതാക്കിയിട്ട് കുളം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ മീൻ വളർത്തുകയാണ്. ഇത് എന്തൊരു പായൽ പിടിച്ച മാതിരിയൊക്കെ കളറായിട്ടുണ്ട്. ഇതിന്റെ മുളവേലിയൊക്കെ ഉണ്ട് കേട്ടോ. ഓരോന്നിങ്ങനെ തിരിക്കാനായിട്ട് മുളവേലി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ല? ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇത് ഈ വഴി കൂടെയാണ് വന്നത്. അപ്പൊ ആദ്യം കണ്ട ട്രൈബ്സിന്റെ അവിടുന്ന് കുറച്ചും കൂടി മാറി ഇങ്ങനെ മെയിൻ റോഡ് കൂടെ ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും കുറെ വീടുകളൊക്കെ ഉണ്ട്. ഏതായാലും മീൻ വളർത്തുന്ന കുളമൊക്കെ അടിപൊളിയാട്ടോ. അടുത്തൊരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ അടിയൊക്കെ കണ്ടില്ലേ? ഫുള്ള് മുളയാണ്. കണ്ടില്ലേ? താഴെയൊക്കെ മുള നിരത്തി വെച്ചതാണ്. ഈ വീടും ഇതുപോലെയൊക്കെ തന്നെ കേട്ടോ. കണ്ടില്ലേ? മുള കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ സീലിംഗ് ഒക്കെ മുളയാണ്. താഴ്ഭാഗം മരം ഉണ്ട്. പിന്നെ ഇവരെ വീട്ടിൽ കണ്ടില്ല? സെന്ററിൽ ഇങ്ങനെ അടുപ്പ് കാര്യങ്ങള് വിറകൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് അവരെ. ഇത് പോർക്കാട്ടോ. ഇങ്ങനെ ഉണക്കാൻ വെച്ചതാണ്. കണ്ടില്ലേ? ഇത് ഫുള്ള് ഓരോ പാർട്ടി പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോ അതിനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പോർക്ക് ഉണക്കാൻ വെച്ചതാണ് ഇവിടെ. ഇവരെ കിച്ചണ് കാര്യങ്ങളൊക്കെ ഉണ്ടത്. സ്റ്റൗ കാര്യങ്ങള് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇതാട്ടോ ഇവിടെ ഒരു പ്രായം കൂടിയ ഒരു അമ്മച്ചി ഉണ്ട്. ഇതാണ്. ഹലോ കണ്ടില്ലേ? ഒരു അമ്മ ഉണ്ട് ഇവിടെ. മൂക്കുത്തി കണ്ടില്ലേ? ഹലോ. എന്റെ മൂക്കുത്തി കണ്ടില്ലേ? ഒരു പ്രത്യേക രീതിയിലാണ് മൂക്കുത്തി ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് മാലയൊക്കെ ഉണ്ട് കേട്ടോ. കീ കണ്ടില്ലേ? ഒരുപാട് കീ ഒക്കെ ഉണ്ട്. നമ്മളെ സുഹൃത്ത് എന്തോ കഴിക്കാൻ കൊടുക്കുകയാണ്. അത് വേണ്ടാന്ന് പറഞ്ഞു. ഇവരെ വീടിന്റെ അപ്പുറത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പുറത്ത് കൂടെ ഒക്കെ ഒരുപാട് വീടുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ അമ്പുകളുണ്ട്. അതിന് നോക്കിയിട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് വന്നിട്ട് ഇടിക്കുകയാണ്. വീണ്ടും അമ്പ്. ഓ വില്ലേജാണ് കേട്ടോ ഇവിടുത്തെ. കണ്ടില്ലേ? വില്ലേജ് ഫുള്ള് പാടാണ്. പാടത്തിലൊക്കെ കുറെ വീടുകളുണ്ട്. പക്ഷെ ഇപ്പൊ മൊത്തം ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ സമയത്ത്. അതായത് ഡിസംബർ ജനുവരിയിലൊക്കെ പിന്നെ ഇവിടുത്തെ കൃഷിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നെൽകൃഷിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഉണങ്ങിയൊരവസ്ഥയാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ പാടൊക്കെ നല്ല പച്ചപ്പായിട്ട് നെല്ലൊക്കെ ഉണ്ടായിട്ട് ആ ഒരു അവസ്ഥയിലാവും. ഇപ്പോൾ ഏതായാലും ഉണങ്ങിയൊരവസ്ഥയാണ് കാണുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ തട്ടായിട്ടുള്ള കൃഷിയാണ് ഇവിടെ ഉള്ളത്. നെൽപ്പാടങ്ങളൊക്കെ തട്ടാണ്. പക്ഷെ ഇപ്പൊ കൊയ്ത്തൊക്കെ കഴിഞ്ഞൊരവസ്ഥയാണ്. പിന്നെ ഈ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണ് ഇവിടെ നല്ല പച്ചപ്പായിട്ട് കാണുക. ഇത് ഫുള്ള് മീൻ വളർത്താനുള്ളതാണ്. ഒരുപാട് കുളങ്ങൾ കണ്ടില്ല? ഇത് മൊത്തത്തിൽ മീൻ വളർത്തുന്ന സ്ഥലമാണ്. ഇപ്പുറത്ത് നോക്കിയ പാടം കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. പാടം ഉണങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ വന്ന മാസം ശരിയല്ല. കാരണം മഴക്കാലൊക്കെ ആണെങ്കിൽ നല്ല പാടൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം, പച്ചപ്പായിട്ട്. ഇത് വലിയ ആഴൊന്നുമില്ല കേട്ടോ. തീരെ ആഴൊന്നുമില്ല. കുറഞ്ഞ സാധാ പാടത്ത് വെള്ളം കെട്ടി നിർത്തിയുണ്ട് അതിൽ മീൻ വളർത്തുകയാണ്. അല്ലാതെ വലിയ ആഴൊന്നുമില്ല ഇവിടെ. ഇത് മൊത്തം അപ്പത്താനി വീടുകളാണ് കേട്ടോ. ഇവിടെ 8 സ്ഥലങ്ങളിലായിട്ട് ഇവരെ വീടുകളുണ്ട് എന്നാണ് പറഞ്ഞത്.
അപ്പോൾ അരുണാചലിൽ ബാക്കി സ്ഥലങ്ങളിലും ഉണ്ട്, എന്നാലും കൂടുതൽ ആൾക്കാരുള്ളത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ മൊത്തത്തിൽ 8 സ്ഥലങ്ങളിലായിട്ട് ഇവരൊരു അപ്പത്താനി ട്രൈബൽസ് താമസിക്കുന്നുണ്ടെന്ന്. പിന്നെ ഇവരൊരു കലണ്ടറിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മാർച്ചിലാണ്. ആ സമയത്ത് ഇവിടെ ഒരു ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ വീടുകളിലും കയറി ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക. എല്ലാവരും വീട്ടിലേക്ക് വിളിക്കും, പുറത്തുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ലോവർ സുബൻസരി എന്നാണ് ഈ ജില്ലേൻ്റെ പേര്. അവിടുത്തെ അതിൻ്റെ ഒരു തലസ്ഥാനമാണ് ഈ സീറോ എന്ന് പറയുന്നത്. പിന്നെ അപ്പത്താനികളെ ഒരു മെയിൻ കേന്ദ്രമാണിത്. ഇതുണ്ടല്ലോ, ഇതൊക്കെ വരെ വീടുകളാണ്, അപ്പത്താനി ട്രൈബ്സിൻ്റെ വീടുകളാണ് ഇതൊക്കെ. ചെറിയ ചെറിയ വീടുകളാണ്, അടുപ്പിച്ചാണ് വരെ വീടുകളൊക്കെ ഉള്ളത്. കണ്ടില്ലേ? ഒരു എയർഫോഴ്സിൻ്റെ ഒരു മെയിൻ പിന്നെ ഇതും കൂടി ഉണ്ട് ഇവിടെ. ഈ അരുണാചലത്തെ മെയിൻ കേന്ദ്രമാണ് ഇവിടെ. ഇതൊക്കെ നെല്ലുള്ള സമയത്ത് ഇതൊക്കെ കാണാൻ എന്താ ഒരു രസം. ഇപ്പോൾ ഇത് ഉണങ്ങി കടിച്ച് നിൽക്കുകയാണ് ഇവിടെ. പിന്നെ മാർച്ച് ഏപ്രിലൊക്കെ ഇവിടെ മഴയാണ് നിറഞ്ഞ്. മാർച്ചിലൊക്കെ മഴയും അതേമാതിരി ജൂൺ ജൂലൈയിലൊക്കെ ചൂടും ആവുമല്ലോ. അങ്ങനെയാണ് ഇവിടെ നിറഞ്ഞ് കാലാവസ്ഥയൊക്കെ. ഇപ്പോൾ ഫുള്ള് ഉണങ്ങിയ അവസ്ഥ. ഇവിടെ ഒരു മുളേൻ്റെ തോട്ടമുണ്ട്, നല്ല സ്റ്റൈലാണ് ഇത് കാണാനായിട്ട്. ഇതൊരു പ്രത്യേക ടൈപ്പ് മുളയാണ്. ഇവർക്ക് ഓരോ ഫർണിച്ചർ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും വീടിന് ഇതുപോലെ വേലി ഉണ്ടാക്കാനും അതുപോലെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഓരോ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കണ്ടില്ലേ? ഇവിടെ ഇലയൊന്നും കാണൂല, മുകളിൽ മാത്രമേ ഇല ഉള്ളൂ. ഫുള്ള് നല്ല ഇതായിട്ട് കാണുകയാണ്. ഇവിടെ ഈ വെയിലിൻ്റെതാണ് കാണുന്നത് പുറത്ത്, പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല സ്റ്റൈല മുളകളാണ്. ഓരോ വീടൊക്കെ കണ്ടില്ലേ, പൂച്ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഫുള്ള് മരം കൊണ്ടാണ് കേട്ടോ വീടുകളൊക്കെ. ഇതൊരു കടയാണ്, മരമാണ് ഫുള്ള് വീടുകളും. വേലിയൊക്കെ ആദ്യം പറഞ്ഞ ടൈപ്പ് മുള കൊണ്ടാണ് വേലിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാണ് ഇവർ ഈ മുളയൊക്കെ വളർത്തുന്നത്. ചെറിയ ചെറിയ വീടുകളാണ്, പക്ഷെ കാണാനൊക്കെ നല്ല സ്റ്റൈലാണ്. പിന്നെ ഇവർക്കൊക്കെ അങ്ങനെ ചെറിയ കടകളൊക്കെ ഉണ്ടാവും, ഇതുപോലെ ചെറിയ കടകളുണ്ടാവും. ഇവിടെ ഒരു വേലി ഉണ്ടാക്കണ തിരക്കിലാണ് കുറച്ച് ആൾക്കാർ ഈ മുള കൊണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മുളം കമ്പ് തന്നെ വെച്ചിട്ട് ചെറിയ മരക്കൊമ്പൊക്കെ വെച്ചിട്ടാണ് വേലി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൃഷിയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് പിന്നെ വേറെ ശല്യങ്ങളൊന്നും ഇല്ലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുട്ടികളൊക്കെ ഇങ്ങനെ ബാക്കിൽ കെട്ടിയിട്ടാണ് കൊണ്ട് നടക്കുക. ഈ അരുണാചലിലൊക്കെ മൊത്തത്തിൽ ഇങ്ങനെയാണ്. ഒരു കുട്ടീനെയും കൊണ്ട് പോകണുണ്ടല്ലേ ഒരു ചേച്ചി. കുട്ടികളൊക്കെ ഓരോ കത്തിയും കൊണ്ട് കിടക്കും. ഇപ്പോൾ ഇയാളെ അടുത്തൊരു കത്തി ഉണ്ട്, അതുപോലെ ഇവിടെ കണ്ടില്ലേ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഓരോ കത്തി. ഇവിടെ ആശാരിപ്പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പൈൻ മരങ്ങളാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ കുറേ മുറിച്ച് ഈർന്നിട്ടുണ്ട്, പലകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഫുള്ള് പൈൻ മരങ്ങളാണ്. ഇത് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഈ സീറോയില്. പൊതുവെ അരുണാചലിലുണ്ട്, എന്നാലും സീറോയില് ഒരുപാടുണ്ട്. അവിടെ കണ്ടില്ലേ കുറേ പണികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഇവർ. മില്ലിൽ കൊണ്ടുപോയിണ്ടെന്നല്ല കേട്ടോ ഈരുന്നത്. കണ്ടില്ലേ, ഈ മിഷീൻ വാള് വെച്ചിട്ട് ഇങ്ങനെ ഈർന്ന് ഇതുപോലെ ചെയ്യാണ്. കണ്ടില്ലേ, മിഷീൻ വാള് കൊണ്ടാണ് ഫുള്ള് പലകളാക്കി ഈരുന്നത്. മരം മുറിക്കാൻ വേണ്ടിട്ട് നമ്മൾ ആസം സുഹൃത്ത് മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതാ കയറി പോണ്ട്. പൈൻ മരാണിത്. തൊട്ട് താഴെ വേറൊരു സുഹൃത്ത് ഇത് കയറാൻ വേണ്ടിട്ട് പൊടിച്ചു കൊടുക്കുന്നുണ്ട്, കയറിട്ടാണ്ട്. ഈ ടൈപ്പ് കത്തിയാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, മരം വെട്ടാനും എന്തെങ്കിലുമൊക്കെ മുറിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഈ കത്തിയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കവറാണിത്, നല്ല അടിപൊളി കവറുമാണ്. മില്ലിന്നൊക്കെ മുറിക്കണ അതേ രീതിയിൽ തന്നെയാണ് ഇവർ ഇവിടെ ഈ മിഷീൻ വാള് വെച്ച് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല റെഡിക്ക് ചെയ്തിട്ടുണ്ട് മിഷീൻ വാള് കൊണ്ട്. നല്ല കഷ്ണങ്ങളാക്കിയിട്ട് പലകൊക്കെ കണ്ടില്ലേ. ഈ മുള കൊണ്ടാണ് ഇവർ വീടുണ്ടാക്കണതൊക്കെ, അതുപോലെ പല ഫർണിച്ചർ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണത് ഇതാണ്.
പിന്നെ ചുമരുണ്ടാക്കാനൊക്കെ ഈ മുളയാണ് ഉപയോഗിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടാണ് ഇവർ വീടുണ്ടാക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ വഴീൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലത്തെ മുളങ്കാടുകളാണ്, ഇവർ വളർത്തുന്നതാണിത്.